ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന യുദ്ധങ്ങൾക്കും കലഹങ്ങൾക്കും കലാപങ്ങൾക്കും കാരണം ഹൃദയം നഷ്ടപ്പെട്ട വാക്കുകളാണ്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഹൃദയം നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ സമ്മാനിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നതെന്ന വചനത്തിൻ്റെ ചില സൂചനകൾ ഇക്കാലഘട്ടത്തിലും കഴിഞ്ഞ കാലഘട്ടത്തിലും മനുഷ്യനുള്ളിടത്തോളം കാലവും നാവുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചവരുടെയും വിപ്ലവം സൃഷ്ടിക്കാനിരിക്കുന്നവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഹൃദയത്തിൽ എന്താണ് നിറയ്ക്കേണ്ടതെന്ന ചില സൂചനകൾ ഇന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് കുറച്ചും കൂടി ചിന്തിക്കുമ്പോൾ ഇപ്രകാരം വാക്കുകൾ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ഒന്ന്, അധരം അല്ലെങ്കിൽ വാക്കുകൾ ചിലപ്പോൾ ആയുധമാക്കി മാറ്റുന്ന ജീവിതങ്ങളായി നമ്മൾ മാറാം. ചിലപ്പോൾ ഈ വാക്കുകളോ അധരങ്ങളോ സാന്ത്വനമാക്കി മാറ്റുന്ന ജീവിതങ്ങളായി നമ്മൾ മാറാം. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി പാടവരമ്പിലൂടെ നടന്നു നീങ്ങുകയാണ്. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചേരിൽ നിന്ന് ഒരു കർഷകൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: അല്ലയോ ഫ്രാൻസിസ്, താങ്കൾ വിശുദ്ധനാണ്. ഇപ്രകാരം തൻ്റെ ജീവിതകാലം മുഴുവൻ വിശുദ്ധനായി തന്നെ മാറേണ്ടവനാണ്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോടായി വിശുദ്ധൻ പറയുന്നുണ്ട്: കണ്ടില്ലേ, ചേരിൽ നിന്ന് ദൈവം എന്നെ ശാസിക്കുന്നു. ഒരു വിശുദ്ധരുടെയും ജീവിതം ഇതുപോലെ തന്നെയാണ്. ഹൃദയം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ അറിയാൻ ശ്രമിച്ചവർ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ അധരങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ജീവിതം പ്രഘോഷിച്ചവർ. അതുകൊണ്ടായിരിക്കാം ഈ വിശുദ്ധനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതം ജനിച്ച് ജീവിച്ച് മരിച്ച് മാഞ്ഞു പോകാനുള്ളതല്ല, ക്രിസ്തുവിൻ്റെ ഹൃദയം കൊണ്ട് ലോകത്തെ കീഴടക്കാനും അതുവഴി ക്രിസ്തുവിൻ്റെ മുഖമായി വാക്കുകളായി പ്രവൃത്തികളായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും നമ്മുടെ ജീവിതം മാറാനുമുള്ളതാണെന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലുകൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസ്യ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: സ്നേഹം നിഷേധിക്കലാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. സ്നേഹം നിഷേധിക്കുന്ന ഈ ലോകത്ത് വാക്കുകളിലൂടെ ഹൃദയം കീഴടക്കി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ.